ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു താലപ്പൊലിക്കാവിലെ വ്ളോഗ് വീഡിയോ ആണ്. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് നമ്മൾ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നിവിടെ കീത്തു ഇല്ല കേട്ടോ. കീത്തു ലീനമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ചിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഒരു വൈകുന്നേരം ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങട്ടെ, വിശേഷങ്ങൾ കാണാം. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 വീലറിലാണ് പോണത്. കാറിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും എത്താൻ പറ്റില്ല, കാരണം അത്രമാത്രം ബ്ലോക്ക് ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ഈ ഒരു കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ 2 വീലറിന് പോണത്. പിന്നെ കീത്തും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വണ്ടിയിൽ നമ്മുടെ പിള്ളേർപ്പട കയറിയിട്ടുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് വണ്ടിയിൽ പോകുമ്പോഴും 2 വീലറിന് പോകുമ്പോഴും ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ 3 ടയേഴ്സ് ഇങ്ങനെ ഭയങ്കര ഇടി കൂടിയിട്ടാണ് പോകാറ്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. നമ്മളപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിട്ടുണ്ടായിരുന്നു. ഇനി പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തണം. തിരക്ക് നമുക്ക് പുറത്തെത്തിയപ്പോൾ തന്നെ മനസ്സിലായി, പുറം ഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. ഇപ്പോൾ ചിക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ വല്ലപ്പോഴും വരുന്നത്, വല്ലപ്പോഴൊക്കെ അവന് താല്പര്യമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഉത്സവം എന്തായാലും കാണണം. അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എത്തുകയും വേണം കേട്ടോ. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തുള്ളൊരു തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ എവിടേക്ക് എത്താൻ, പൂരം നടക്കുന്ന സ്ഥലത്തെത്താൻ. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കീത്തുവിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല അതോ ഒരു ചെറുക ദിവസം എന്ന് പറയുമ്പോൾ 1919 ഇവിടെ എത്രമാത്രം പലഹാരക്കടകളും കളിപ്പാട്ട സാധനങ്ങളും സകലമാന സാധനങ്ങളുടെ കടകളും ഉണ്ടാവും. അതെന്തോരമുണ്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ വരണം. അപ്പോഴവിടെ ഒരു ശാന്തത ഉണ്ടാവുള്ളൂ. വൈകുന്നേരം നേരം ആയിക്കഴിഞ്ഞാൽ 4 ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. 4ാം താലപ്പൊലിയുടെ അന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് ഇത്ര ക്രൗഡ് ഈ ഒരു 8 വർഷത്തിൻ്റെ ഇടയിൽ ഇതുവരെ ഇത്രയും ക്രൗഡ് താലപ്പൊലിക്കാവിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പൂരം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ ഒരു സൈഡിലായിട്ട് പിള്ളേർ ഈ ഒരു കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരുടെ പെടയ്ക്ക് അത് വീഴുമെന്നറിയില്ല. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയേണ്ടത് അവർ വീഴട്ടെ എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു നൈസല്ലേ. അപ്പോൾ നമ്മൾ ആനപ്പൂരം എപ്പോഴും കാണുമ്പോണ്ടല്ലോ, നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുള്ളൂ, ബാക്കിൽ നിൽക്കില്ല. കാരണം ആന ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്കല്ലേ തിരിഞ്ഞോടുകയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം കാണിച്ചു തരട്ടെ. ആ മരത്തിൻ്റെ മേഖല ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ഒന്നും അറിയാതെ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു കാലിൽ നിൽക്കുമ്പോൾ ആ ചേട്ടൻ ഭയങ്കര സുന്ദരമായി എന്ത് കാണുന്നു, ആനപ്പൂരം കാണുന്നു. കുശുമ്പ് തോന്നി ഗൈസ്. അതെൻ്റെ വല്ല കസിൻസ് അങ്ങനായിരുന്നെങ്കിൽ എന്നെയും പിടിച്ച് കയറ്റാൻ ഞാൻ പറഞ്ഞേനെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉത്സവം കാണാൻ നിൽക്കുകയാണ്. അവിടെ നമ്മൾ 10 മിനിറ്റ് അതിനുശേഷം നമ്മൾ വിചാരിച്ച് നമുക്ക് മെയിനായിട്ട് വെടിക്കെട്ട് കാണും. അപ്പോൾ നമുക്ക് ഈ പോണ സ്ഥലത്ത് തന്നെ ഒരുപാട് കടകളും കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാവും. അത് കളിപ്പാട്ടം ചോദിച്ച് എവിക്കുട്ടി നമ്മുടെ കാശിക്കുട്ടിന് നല്ല അടച്ചില്ല. കളിപ്പാട്ടങ്ങളാണ്.
ഇപ്പൊ വേണ്ട കളിപ്പാട്ടം കുറച്ചായിട്ടേ. അവരവിടെ നിന്ന് അങ്ങനെ ഒരു സ്കൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു കാലപ്പുലിക്കാവിൽ തന്നെ ഒരു മിനിമം ഒരു 50 ആൾക്കാരെങ്കിലും ഈ ഒരു സാധനം ചെയ്യുന്നുണ്ടാവും. ഈ 50 ആൾക്കാരെടുത്ത് 50 ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിച്ചത് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ, നല്ല എരിവായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ വെടിക്കെട്ട് കാണുന്ന സ്ഥലത്തേക്ക് നിൽക്കാനായിട്ട് പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ കറക്റ്റ് ബ്ലോക്കിൽ വിട്ടു. ബ്ലോക്കല്ല, അതായത് ജനത്തിരക്ക്. പിള്ളേരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. സ്റ്റെക്കായി നിൽക്കുകയാണ്, ഉന്തും തള്ളും. നിഖില് പാറുവിനൊക്കെ പിടിച്ചു, ബാക്കി 2 പിള്ളേർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ജാമായി. എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല. പുറത്തേക്ക് ഇറങ്ങട്ടെ. തിക്കിലും തിരക്കിലും പെട്ടാകെ അലമ്പായി. തെക്കേ നടത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വെടിക്കെട്ടൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ കൂടെ തെക്കേ നടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു തിരക്കില് ജാമായിട്ടില്ല. കുറെ ന്യൂസിലൊക്കെ കേൾക്കില്ലേ തിക്കും തിരക്കിലും. അതുപോലെ ഒരു വൺ സൈഡിൽ കൂടെ വെടിക്കെട്ടിന് വേണ്ടി അവർ മാറ്റി കെട്ടിയിട്ട് അത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ട് പിന്നെ അപ്പുറത്ത് കൂടെ ചെണ്ടക്കാരും എല്ലാവരും കൂടി കയറി വന്നു. സൺഡേയും കൂടി ആയതുകൊണ്ട് ഞാൻ ഒരു താലപ്പൊലിക്ക് ഇത്രയും തിരക്കൊണ്ടിട്ടില്ല. ക്രൗഡുണ്ട്, നല്ല തിരക്കുണ്ട്. ഇങ്ങനത്തെ ഒക്കെ തിരക്കാകുമ്പോൾ നിങ്ങൾ വേഗം തന്നെ അവിടെ സ്കൂട്ട് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് ഈ നടയിൽ കൂടെ വന്നിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കിട്ടി. എന്നാലും നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണില്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് വെടിക്കെട്ട് കാണാൻ പറ്റും. വെടിക്കെട്ട് കാണാൻ പറ്റും. പൊക്കമില്ലായ്മ ഒരു പ്രശ്നമല്ലല്ലോ. അല്ല നമുക്ക് വീട് വരും വെടിക്കെട്ട്. വെടിക്കെട്ട് കാണാൻ റെഡിയാണോ? അല്ലു അല്ലുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലുവിനെ മിസ് ആയിരുന്നു പറഞ്ഞേ. എന്തുട്ടി ഈ വെടിക്കെട്ട് ഫസ്റ്റത്തത് നമ്മൾ പ്രതീക്ഷിച്ചത്ര മുമ്പുണ്ടായില്ല കേട്ടോ. കൊടുങ്ങല്ലൂരുകാർ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കമൻറ്റിൽ എൻ്റെ പൊങ്കാലിടരുത്. ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ഉറക്കെ പറയുന്നത്, അയ്യോ വെടിക്കെട്ട് എന്താണ് തൂറ്റിപ്പോയല്ലോ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എന്നോട് ഏട്ടൻ പറയുന്നത് പതുക്കെ പറ, നിന്ന ആൾക്കാർ ഓടിക്കും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ വർണ്ണമഴ പൊളിച്ചു. വർണ്ണമഴ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ ഈ മരക്കൊമ്പുകളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഭയങ്കര നൈസായിട്ട് തോന്നി. ഒരു കണക്കിന് അല്ലൂസ് ഐനൂസ് ഉണ്ടായിരുന്നെങ്കിൽ നിഖിൽ കീത്തൂരൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പാറുവിനെ എല്ലാ പിള്ളേരും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായാണ്. ഞങ്ങളത് തിരക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, തിരക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു തിരക്കായിരുന്നു. ഇങ്ങനെ മേലൊക്കെ കയറ്റിയിരുത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്കിതൊരു പ്രശ്നമല്ല, നമ്മൾ എവിടെയും പിള്ളേരെ കൊണ്ടുപോകും. അതായത് നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നിങ്ങളുടെ കുട്ടികൾ ഒരു
ലക്കുള്ള പിള്ളേരാണ്. ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ എല്ലായിടത്തേക്കും കൊണ്ടുപോകും. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഡാവിഞ്ചി സുരേഷിൻ്റെ വക ഒരു സംഭാവന കൊടുങ്ങല്ലൂർക്ക് ഉണ്ടാവാറുണ്ട്. ദേ ഇപ്പോൾ കാശിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവൻ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു മരമുത്തച്ഛനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കിങ് കോങ്ങോ സംതിങ് അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വെടിക്കെട്ടൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമുക്കൊന്ന് ചായ കുടിക്കാം. കടന്വേഷിച്ച് നടന്ന് അപ്പോഴും ഇത്ര തിരക്ക് തന്നെയുണ്ട്. ഏറ്റവും തിരക്കില്ലാത്ത ഭാഗത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അത് ഒരു നഗ്ന സത്യം. അപ്പോൾ ഏട്ടനായാലും ഒരു കയ്യിൽ കാശിക്കുട്ടൻ, ഒരു കയ്യിൽ ഞാൻ, അങ്ങനെ അടക്കി പിടിച്ചാൽ നടക്കുന്നത്. ഇപ്പോൾ ചിക്കു സ്നിഗിൽ ഫുള്ള് പാറുവിനെ നോക്കുന്നുണ്ട്, ചിക്കുൻ്റെ കയ്യിലും ആദുൻ്റെ ലേവിക്കുട്ടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ തിക്കിത്തെരഞ്ഞ് പിടിച്ച് ഞങ്ങളൊരു സ്ഥലത്തെത്തി അവിടുന്ന് ചായ കുടിക്കാൻ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ പോകുന്നല്ലോ, ഞങ്ങൾ തിരക്കിലൊക്കെ ഒരുപാട് നേരം നിന്ന് ശരിക്കും നമ്മൾ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായയും പിന്നെ ഒരു ചിക്കൻ റോസ്റ്റ് അങ്ങാണ്ട് മേടിച്ചു, ചിക്കൻ ഫ്രൈ മേടിച്ചു, പിന്നെ അവർക്കൊരു മിൽക്ക് ഷേക്ക് പോലത്തെ എന്തെങ്കിലും 1-2 കുപ്പി ഉണ്ടായിരുന്നു, അത് മേടിച്ചു. അപ്പോൾ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിലൊക്കെ ഒന്ന് കയറണം. അതായത് നമുക്ക് എന്താ പറയുക, കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ മെയിൻ ഓരോ കടകളും കയറി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുപാട് റൈഡ് ഉണ്ട് ഇപ്രാവശ്യം. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്, അതാണ് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം. പക്ഷേ പിള്ളേരെ കൊണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ നല്ല മക്കളായിട്ട് നിന്നായിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ വന്ന് അവർ അതിനോട് പൊരുത്തപ്പെട്ടതുകൊണ്ടായിരിക്കാം, അവർക്കറിയാം അവർ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അവരുടെ മാക്സിമം അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയതിൻ്റെ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഐബ്രോസ് അടക്കം ഇണങ്ങുന്നുണ്ട് കേട്ടോ. അത്രയും നൈസായിട്ടാണ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് വന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അയ്യോ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 100ഓളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ഇനി നമ്മൾ തേരാപ്പാര നടക്കാൻ പോവാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു സാധനം കണ്ട് എന്ത് രസമായിട്ടാണെന്നറിയോ, ആളത് ചെയ്യുന്നത് 1000 ബബിൾസ് വരും ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഞെക്കുമ്പോഴത്തേനും. അപ്പോൾ എനിക്കെന്തായാലും പുതിയ അത് മേടിക്കുക എന്നുള്ളത്. ഞങ്ങൾ അവിടെ ആളെ കൊണ്ട് തന്നെ കുറേ ബബിൾസ് ഇങ്ങനെ കാണിപ്പിച്ച് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. ഞങ്ങൾ മേടിച്ചപ്പോൾ 200 സംതിങ് എങ്ങാണ്ടായിരുന്നു. പക്ഷെ ഇത് ഈസി ആയിട്ട് ഒരു 160-150 റുപ്പീസിനൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിക്വിഡും ഈ ലിക്വിഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, കാരണം നമ്മുടെ സോപ്പും പതിണ്ടല്ലോ, അതിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വരും ബബിൾസ്. പിന്നെ താലപ്പൊലിക്കാവി പോയിട്ടുണ്ടെങ്കിൽ പാനിപൂരി കഴിക്കണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ എന്താ പറയുക പാനിപൂരിക്കടയും കപ്പലണ്ടിക്കടയൊക്കെ ഒരു 100ഓളം ഉണ്ടാവും. ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടാറ്റോൻ്റെ മസാല ഭയങ്കര ഡ്രൈ ആയിട്ടാണ് വയ്ക്കുക. ഇത് ഭയങ്കര ലിക്വിഡായിട്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിക്കില്ലായിരുന്നു അത് കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും വലിയ രീതിയിൽ കഴിച്ചില്ല. അപ്പോൾ നമ്മളിത് അതും കൂടെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൈഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. റൈഡിന് കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല അപാര ക്യൂ ആയിരുന്നു ഗൈസ്.
എന്തായാലും ഈ ഒരു വഞ്ചിയിൽ കയറി ഒക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനും അതും ചെന്നു. നമ്മളോട് ചേട്ടന്മാർ പറഞ്ഞു യുഗോ അവർക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എവിടേക്ക് പോയാലും പ്രശ്നമില്ല, പിള്ളേരെ പിടിക്കണോ പിടിക്കാം, എത്ര നേരം വേണമെങ്കിലും അവർ പിടിച്ചോളും. ഞങ്ങൾ 3 പെൺകുട്ടികളുണ്ട്, അതായത് ആദു, ഞാൻ, കീത്തു, ഞങ്ങൾ 3 പേരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ 3 ഈ ഭർത്താക്കന്മാരാണ്. അതിപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ നോക്കേണ്ട കാര്യത്തിലായാലും ഇപ്പോൾ ചിക്കു, നിഖിൽ, ഏട്ടൻ, നമ്മുടെ മക്കളെ ഞങ്ങൾ നോക്കുന്ന പോലെ തന്നെ എത്ര നേരം വേണമെങ്കിലും അവരെടുത്തടക്കാനും, അവർക്കിപ്പോൾ ജസ്റ്റ് ഒരു ഉള്ളണമെങ്കിൽ അത് ഭാര്യനെ ആശ്രയിക്കാണ്ട് അവർ കൊണ്ടുപോയിപ്പിച്ചോളൂ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത ആൾക്കാരെ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രീയാണ്. പക്ഷേ വഞ്ചിക്ക് പോകാൻ ക്യൂ അങ്ങേയറ്റത്തായിരുന്നു. കുട്ടികൾക്ക് വിശക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പോരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 ആവുന്നേക്കാൾ മുമ്പ് 4 ദിവസം താലപ്പൊലിക്കാവിൽ വെളുപ്പിന് വരെ നിന്ന ഒരു ചരിത്രം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വരും, കുറച്ചും കൂടെ കഴിയട്ടെ, പിള്ളേർ കുറച്ചും കൂടെ വലുതാകുമ്പോൾ പിള്ളേരോട് ഞങ്ങൾ പറയും നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോ, താലപ്പൊലിക്കാവിൽ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും കയറി വന്നോ, ഞങ്ങൾ അച്ഛനമ്മമാർ പിന്നെ വേറെ പൊക്കോളാം, നിങ്ങൾ മക്കൾ വേറെ പൊക്കോ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് അവർ സ്കൂട്ടാക്കി അവരെ വഴിക്ക് വിടും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. പിള്ളേരൊക്കെ വലുതാവും, പെട്ടെന്ന് വലുതാവും. അപ്പോൾ ഞങ്ങൾ നമുക്ക് ഫുഡ് താലപ്പൊലി നമ്മൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ നടന്നു. എന്നാലും നല്ല തിരക്കാണ്. ഞാൻ ഈ 8 വർഷമായിട്ട് ഇത്ര കാലത്തിൻ്റെ ഇടയിൽ എനിക്ക് ഇത്രയും ഒരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല, ഇത്രയും തോന്നിയിട്ടില്ല. വഞ്ചിയിലൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് അടിക്കട്ടെ. 4-ാം താലപ്പൊലി കഴിഞ്ഞ് നാളെ എങ്ങനെ ഇറങ്ങണം നമ്മൾ ചെറിയൊരു പ്ലാനിങ് ഉണ്ട്, നോക്കട്ടെ. പാറു വിത്ത് ഹി സൂപ്പർ ഹീറോ ചാച്ചൻ, അവർ രണ്ടുപേരും വണ്ടിയിൽ വരികയാണ്. ഞങ്ങളതേ അവിടെ ചായലുള്ളിൽ പോയിട്ട് കുറച്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. ഇനി നേരത്തെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ എന്തായാലും ഈ ഒരു സംഭവത്തിൽ കീത്തുനെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പ് വ്ളോഗാണ്, അതിന് കാണാം. ടാറ്റാ ബൈ, സീ യു.